അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ട് നമ്മുടെ പുതിയ വീടിൻ്റെ അപ്ഡേറ്റ്സാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ ഹൗസ് വാമിംഗ് ഒക്കെ ഉണ്ടാവും. ഡേറ്റ് ഒന്നും കൺഫേം ആക്കിയിട്ടില്ല. പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ലാൻഡ്സ്കേപ്പിംഗ് വർക്ക്സും മോഡുലാർ കിച്ചൻ്റെ വർക്ക്സും ആണ് കേട്ടോ. ലാൻഡ്സ്കേപ്പിങ്ങിൽ കോബിൾ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്യുന്ന വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം പണിയുള്ളൊരു പണി തന്നെയാണ്. അല്ലെന്നില്ല നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ബാക്കി റൂംസൊക്കെ ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട് കേട്ടോ. യൂട്യൂബിൽ ഇതെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മെയിൻ ഡോറാണ് നമ്മുടെ വീടിൻ്റെ. ഇവരാണ് നമ്മുടെ വീടിൻ്റെ ആർക്കിടെക്റ്റ്. ഷഫീഖ് എന്നാണ് പേര്. കോബാക് സ്റ്റുഡിയോ എന്നാണ് അവരുടെ ഫേമിൻ്റെ പേര്. ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കതിൻ്റെ കൂടെ. മോഡുലാർ കിച്ചൺ നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. രണ്ടും ഒരേപോലെ തന്നെയാണ് ചെയ്യുന്നത്, രണ്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ. ഒന്ന് വർക്ക് ഏരിയ കിച്ചണായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പുതിയ വീട്ടിൽ എനിക്കും ഇക്കാക്കും പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ വീട് പണി നമ്മൾ ഓരോരുത്തരും എടുക്കുമ്പോഴാണ് അത് എത്രത്തോളം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് ആണെന്ന് മനസ്സിലാവുക. അതിൻ്റെ ആ ഒരു ഫൈനൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയട്ടെ. വീട് പണി നടത്തുന്നവരോട് ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് എന്നാണ് നിങ്ങളുടെ ഹൗസ് വാമിംഗ് എന്നുള്ളത്. അത് അവർക്ക് ടെൻഷനാക്കും. സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ കാര്യത്തിലൊന്നും എനിക്ക് ടെൻഷൻ അടിക്കാൻ ഒരു നേരവും ഇല്ല കേട്ടോ. പക്ഷേ ഇക്കാക്ക് ചെറുതായിട്ട് ടെൻഷനാകുമ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഒന്നിനു വേണ്ടിയിട്ട് വാശി പിടിക്കരുത്. റബ്ബ് നമുക്ക് നല്ലൊരു സമയത്ത് ഇതൊക്കെ റെഡിയാക്കി തരും. അല്ലാണ്ട് നമ്മൾ വാശി പിടിച്ച് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും ശാശ്വതമാവില്ല.